പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് പരാജയ ഭീതിയിലെന്ന് ബി.ജെ.പി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത്. ഡി.സി.സി. അധ്യക്ഷൻ സീറ്റിനു വേണ്ടി പണം വാങ്ങിയതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് DCC കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ DCCയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം. ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, അല്ലെങ്കിലേ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണ്. വിമതശല്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അങ്ങനെ പൂർണ്ണമായും ഒരു പ്രതികൂല കാലാവസ്ഥയാണ് കോൺഗ്രസിന് പാലക്കാട്. ഇതിനിടയിലാണ് ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം പ്രശാന്ത് ശിവൻ ഉന്നയിക്കുന്നത്. പറയൂ. രാഖി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡ് കണ്ണകി നഗർ വെസ്റ്റിൽ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJP സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണവുമായിട്ട് VK ശ്രീകണ്ഠൻ MP-യും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പാലക്കാട്ടെ ഈ ഒരു കണ്ണകി നഗർ വെസ്റ്റിൽ കോൺഗ്രസ് വിജയിക്കും എന്നുള്ള പേടിയാണ് BJPക്ക് എന്ന തരത്തിലായിരുന്നു ഈ നേതാക്കൾ പറഞ്ഞത്. ഏതായാലും അതിനെതിരെയാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കർണകി നഗർ വെസ്റ്റ് എന്ന ആ ഒരു വാർഡിൽ VK ശ്രീകണ്ഠനല്ല രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും അവിടെ BJP മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പ്രശാന്ത് ശിവൻ പ്രകടിപ്പിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. കാരണം കർണകി നഗർ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ എപ്പോഴും കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയിരിക്കുന്നത് വെറും 72 വോട്ടാണ്. CPM-ന് ലഭിച്ചിരിക്കുന്നത് 50 വോട്ട് മാത്രമാണ്. അതേസമയം തന്നെ BJPക്ക് ആ വാർഡിൽ ലഭിച്ചിരിക്കുന്ന 1000-ലേറെ വോട്ടുകളാണ്. ഈ കർണകി നഗർ ഉൾപ്പെടെ അതിന് തൊട്ടടുത്തുള്ള ശ്രീരാമപാളയം ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ BJPക്ക് എപ്പോഴും മൃഗീയ ഭൂരിപക്ഷമുള്ള മേഖലകളാണ്. അവിടങ്ങളിൽ എപ്പോഴും 1000-ലധികം വോട്ടുകൾ BJP അല്ലെങ്കിൽ NDA നേടാറുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിന് 100-ൽ താഴെ വോട്ടുകൾ മാത്രമേ ഈ മേഖലകളിൽ എപ്പോഴും ലഭിക്കാറുള്ളൂ. ആ വാർഡിലാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന തരത്തിൽ ഈ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രചരിപ്പിച്ച് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJP സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള വ്യാജ പ്രചാരണം നടത്തി. അതിനെതിരെയാണ് പ്രശാന്ത് ശിവൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിരവധി വിമതർ ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്തുണ്ട്. അതിൽ 4ഓളം വിമതർ UDF-ന്റെ ജില്ലാ ചുമതലകളുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ചുമതലകളുള്ള പ്രധാന നേതാക്കൾ ഉൾപ്പെടെയാണ് വിമതരായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് രാവിലെയും DCC ഓഫീസിന്റെ മതിലിൽ DCC അധ്യക്ഷൻ പണം വാങ്ങി എരുമയൂരിലും മറ്റും സീറ്റ് നൽകിയെന്നൊക്കെയുള്ള പോസ്റ്ററുകൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ അത്തരം വിഷയങ്ങളിൽ നിന്നും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA നിരവധി വനിതകളുടെ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നൊക്കെ പറയുമ്പോഴും പ്രചാരണത്തിനും മറ്റും ഇറങ്ങുന്നത് വലിയ ചർച്ചകളായി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു ജാള്യത ഇതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അനാവശ്യ ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് പാലക്കാട് പരാജയ ഭീതിയിൽ തന്നെയാണ്. അക്കാര്യം തന്നെയാണ് പ്രശാന്ത് ശിവനും ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.